ശരീരത്തിന് വിലയേറിയ ആഹാരവും ആഡംബരങ്ങളും നൽകുന്ന നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? പോരാത്തതിന് ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കിയും ദേഷ്യം മനസ്സിനുള്ളിൽ സൂക്ഷിച്ചും മനസ്സിനെ ശരീരത്തിനുള്ളിലെ ഒരു വേസ്റ്റ് ബോക്സ് ആക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത്? ശരീരത്തിനെ പോലെ മനസ്സിനെയും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിനുള്ള പല വഴികളിൽ ഒന്നാണ് ഉപവാസം. അത് മനസ്സിനെ ശാന്തമാക്കുന്നതിനും പുതിയ ഉണർവുണ്ടാക്കുന്നതിനുമുള്ള ശാസ്ത്രീയമായ വഴിയാണ്. ഉപവാസകാലത്ത് ആഹാരത്തിനെ ക്രമപ്പെടുത്തുന്നതിനോടൊപ്പം മനസ്സിനെ ബലപ്പെടുത്തുന്ന പ്രക്രിയയും നടത്തണം. രാവിലത്തെ നടത്തവും യോഗയും ഇതിനെ സഹായിക്കും. പുറമേയുള്ള ശബ്ദങ്ങളെ സ്വയം നിയന്ത്രിക്കുകയും മനസ്സിൻ്റെ ഭാവനയെ ഉണർത്താനും ഏകാഗ്രമായ യോഗനിഷ്ഠ ഉറപ്പായും പ്രയോജനകരമാകും. ഉപവാസവും യോഗയും പ്രാക്ടീസ് ചെയ്യുന്ന കാലയളവിൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ചിന്തകളെ മാത്രം ഉണർത്തുക. നെഗറ്റീവായതും വിപരീത ഫലം ഉളവാക്കുന്നതുമായ ഒരു കാര്യവും ഈ അവസരത്തിൽ മനസ്സിൽ കൊണ്ടുവരരുത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉപവാസത്തിന് 5 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ശരീര ശുദ്ധീകരണത്തിന് ആയുർവേദവും യോഗയും ചെയ്യുന്നു. പിന്നീട് കഴിയുന്നത്ര വെള്ളം കുടിക്കുന്നു. ഉപവാസത്തിലേക്ക് കടക്കുന്ന ചിട്ടകൾ അർപ്പണത്തിന് കൂടുതൽ ഊർജം നൽകുന്നു. നവരാത്രി പൂജാ ദിവസങ്ങളിലെ ഉപവാസത്തിന് ചൂടുവെള്ളം മാത്രമാണ് അദ്ദേഹം കുടിക്കുക. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ചൈത്രീയ നവരാത്രി ഉപവാസത്തിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് മാത്രമായിരിക്കും ആഹാരം. ഒരു ഫ്രൂട്ട് ഒരു ദിവസം ഒരു നേരം. പപ്പായ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 9 ദിവസവും അത് മാത്രമായിരിക്കും ആഹാരം. വർഷങ്ങൾ കൊണ്ട് ശീലിച്ച രീതികൾ അദ്ദേഹത്തിന് കൂടുതൽ ഊർജം നൽകുന്നു. ഉപവാസകാലത്ത് ജോലികൾ കുറഞ്ഞിട്ടില്ല, പകരം കൂടിയിട്ടേയുള്ളൂ. ഒരിക്കൽ വൈറ്റ് ഹൗസ് സന്ദർശിച്ചപ്പോൾ പ്രസിഡന്റ് ഒബാമ നൽകിയ വിരുന്നിൽ ചൂടുവെള്ളം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിന്നർ. ആരോഗ്യത്തിന് വ്യായാമവും ശരീരത്തിന് മോടി പിടിപ്പിക്കാൻ ആഡംബര വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ അതിനുള്ളിലെ മനസ്സിനെ പരിപോഷിപ്പിക്കാൻ ഉപവാസം എന്ന ഒറ്റ പ്രക്രിയയ്ക്ക് മാത്രമേ സാധിക്കൂ. ആഹാരം വേണ്ടെന്ന് വെക്കുന്നതല്ല ഉപവാസം. മനസ്സിനെ ശാന്തമാക്കുന്നതിനുള്ള ചിന്തകളും പ്രാർത്ഥനകളും ഉപവാസത്തെ ലക്ഷ്യത്തിലെത്തിക്കും. ശരീരം ഒരു ക്ഷേത്രമാണ്. ഉപവാസം അതിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗവും. ഉപവസിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമാകും. താൽക്കാലിക വിശപ്പിൽ നിന്നും മനസ്സിൻ്റെ ഊർജത്തെ വർദ്ധിപ്പിക്കും. ജീവിതശൈലിയിൽ അച്ചടക്കം വന്നു ചേരും. ചിന്തകളിൽ ശാന്തമായ അന്തരീക്ഷം പ്രചോദനം നൽകും. സഹജീവികളോടുള്ള സഹാനുഭൂതി വളർത്തുന്നതിനും സമൂഹത്തിനോടും ഈശ്വരനോടും കൂടുതൽ അടുപ്പം വരുന്നതിനും സഹായിക്കും.